അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയില് മെയിൻ ആയിട്ട് അന്നമോളുടെയും മോച്ചുവിന്റെയും വിശേഷങ്ങളായിരിക്കും കേട്ടോ. അവരുടെ കളികളും ചിരികളും ഒക്കെ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതായത് നമ്മളൊരു മോച്ചു അംഗൻവാടി പോണ ടൈം വരെയുള്ള വീഡിയോ കാണിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നമോള് ഭയങ്കര കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരിക്കും. അവൾക്ക് ഭയങ്കര വിഷമമാണ് ചേട്ടായി അംഗൻവാടി പോകുമ്പോൾ. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ചേട്ടായി എന്തി മോന്റെ ചേട്ടായിക്ക് ഉമ്മ കൊടുത്തേ. ഉമ്മ. അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ കാണാട്ടാ. എല്ലാവർക്കും ടാറ്റു കൊടുത്തിട്ട് ഉമ്മ കൊടുത്തേ. ഇവര് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കുറച്ചൊക്കെ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേത് ഇത് പതിവാട്ടാ. ഈ രണ്ടെണ്ണം കൂടി ഇങ്ങനെ അടുത്ത് വന്ന് കിടക്കല് ഉമ്മ കൊടുക്കല്. അയ്യോ എന്താ സ്നേഹം എന്നറിയാം രണ്ടേനും കൂടി. മോച്ചു രാവിലെ തന്നെ റായൊക്കെ എഴുതി പഠിക്കുന്നതാട്ടാ. കുഞ്ഞല്ലേ, ഒരു 3 വയസ്സല്ലേ, 3 വയസ്സും 1 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അവന് ഇങ്ങനെയൊക്കെ എഴുതാൻ അറിയുള്ളൂ കേട്ടാ. അപ്പൊ അവന് അറിയണ രീതിയിൽ ഇതേണ്ട, അവന് അറിയണ രീതിയിൽ റായൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാട്ടാ. അംഗൻവാടിയിൽ കൊണ്ടുപോകാൻ വേണ്ടി മോച്ചുവിന് ബുക്ക് വേണം കേട്ടോ. അപ്പൊ ആ ബുക്കാണ് അന്നമോൾ എടുത്ത് നോക്കണത്. അന്നമോളെ മോച്ചേട്ടായി തല്ലും. ഇവിടെ വെച്ചേ അവൻ എന്തൊട്ടൊക്കെ പഠിച്ചേക്കണേ നോക്കാം നമുക്ക്. അവിടെ ആക്കി നമുക്ക് നോക്കാം. റായില്ലായൊക്കെ പഠിച്ചിട്ടുണ്ട്. ABCD ബാലികേറാമലയാണെന്ന് തോന്നുന്നു മോച്ചുവിന്. വേണ്ട മോൻ എടുക്കണ്ട, മോനമ്മ വേറെ സാധനം തരാം. ദേന അച്ചാച്ചി വരുമ്പോ കാറിന്റെ കീ കൊടുക്കണം. ഇത് അന്നമോളുടെ രാവിലത്തെ ഫുഡാണ്. കടല വേവിച്ചതാണ്. അത് തൊണ്ടൊക്കെ കളഞ്ഞിട്ടുള്ളതാ. മോച്ചു ഇത് നേരത്തെ കഴിച്ചിട്ടാ. ഇത് നമുക്ക് ഇനി അന്നമോൾക്ക് കൊടുക്കാം. അന്നമോളെ ദേ ബാ, ഓടി വാ. ദേ ഈ ഡ്രസ്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. ഒരു പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴുകിയപ്പോഴേക്കും അതിൻ്റെ ഇവിടെ കളറൊക്കെ ഇളകി. അതായത് വീട്ടിലിടിക്കാൻ കൊടുത്തു കുഞ്ഞിന്. വേന മോൻ്റെ എവിടെ വാ കാണാൻ പറ്റണില്ല. കിട്ടിയാ? ആൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടത്. മോച്ചു ഇത് നേരത്തെ കഴിച്ചതാ അല്ലേ മോച്ചു? വിശക്കണ്ടാ? മോള് ചേട്ടായിക്ക് വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണണ്ടാ ഈ കടല. ഭയങ്കര സ്നേഹാട്ടാ എൻ്റെ മോൾക്ക്. പക്ഷെ ചേട്ടായിക്ക് തിരിച്ചില്ല. ചേട്ടായി എന്ത് കിട്ടിയാലും എൻ്റെ മോൾക്ക് ഷെയർ ചെയ്യില്ല കേട്ടാ. കൊടുക്കണണ്ട. അയ്യോ അത് പോയി. അതിന് വായിലൊന്നും അങ്ങനെ വെച്ചു കൊടുക്കാനൊന്നും അറിയില്ല. എന്നാലും അത് കൊടുക്കണണ്ട. മോൻ ഇതിന്ന് എടുത്ത് കൊടുക്ക്. മോൻ കഴിച്ചോട്ടാ. അവൻ കഴിച്ചതാ നേരത്തെ. കൊച്ചു കഴിക്കുന്നുണ്ട്. ഒരെണ്ണം കൊടുക്ക അന്നമോളെ ഒരെണ്ണം കൊടുക്ക്. അന്നമോള് പിന്നെ പറഞ്ഞനുസരിച്ചോളൂ കേട്ടാ. ഒരെണ്ണം കൊടുക്ക് ചേട്ടായിക്ക്. അതിനാണെങ്കിൽ അങ്ങനെ എങ്ങനെ കൊടുക്കണ്ടേന്നൊന്നും അറിയാത്ത കാരണം ദേ പോണ്. കഴിച്ചാ? കിട്ടിയാ? കണ്ട് പഠിക്കട്ടാ. കണ്ട് പഠിക്ക്. അവൾ എന്ത് കിട്ടിയാലും നിനക്ക് കൊണ്ടുവന്ന് തന്നെ ഉണ്ടില്ലേ. നീ ഒന്നും കൊടുക്കൂല അതിന്. മോച്ചുവിന് ഇതൊക്കെ അതിശയ. കാരണം അന്നമോളെല്ലാം കൊടുക്കാറുണ്ട്. മോച്ചു ഒരു സാധനം കൊടുക്കാറില്ല. അതേ കണ്ട കൊടുക്കണത്. ഇനി അത് മോൻ കഴിച്ചോ? കണ്ട. ഇനി മോച്ചുവിന്റെ അംഗൻവാടി കൊണ്ടുപോകാനുള്ള ബാഗ് മമ്മി ശരിയാക്കട്ടെ കേട്ടാ. മോച്ചുമോൻ കുളിക്കാൻ പോവാട്ടാ. ക്യാരറ്റ് ഓയിലാട്ടാ മോച്ചുവിനെ തേപ്പിക്കണത്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് ഓയിലാണ്. അപ്പൊ മോച്ചുവിനെ ഇതൊക്കെ തേപ്പിച്ചാട്ടാ നമ്മള് മോച്ചുവിനെ അന്നമോളെയും കുളിപ്പിക്കാറുള്ളത്. അതിട്ട് കുളിക്കൂല. പാന്റ് ഞാനിപ്പോ പാന്റ് ഊരണ്ടാ, വീഡിയോ എടുക്കണ കാരണം ഊരണ്ടാന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കുകയാണെങ്കിൽ ഇതിട്ട് കുളിപ്പിക്കല്ലേന്ന്. അപ്പൊ ഇതൊക്കെ തേപ്പിച്ചിട്ടാട്ടാ കുഞ്ഞിനെ കുളിപ്പിക്കണം. അങ്ങനെ അന്നമോളെ കുളിപ്പിക്കാൻ വേണ്ടിയുള്ള എന്താ പറയാ എണ്ണ തേക്കല്ലാട്ടാ. അവിടെ ഇരുന്നു അന്നമോളെ. മോച്ച് ബാഗ് ശരിക്കും കാണിച്ചേ. ഇതാണ് കേട്ടോ മോച്ചുവിന്റെ പുതിയ ബാഗ്. മോച്ച് പോവാണ്. ഇവിടെ അന്നമോളുണ്ട്. അന്നമോൾക്ക് ഇച്ചിരി സങ്കടമൊക്കെ ആട്ടാ. ഒരു ഉമ്മ കൊടുത്തേ. കാണാന്ന് പറ. മോച്ച് പ്രാർത്ഥിക്ക്. അങ്ങനെ ഇവര് പോവാട്ടാ. ഇതേ അന്നമോള് ദേ ഇവിടെ വന്ന് നോക്കിക്കണ്ട. അന്നമോൾക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ മോച്ച് പോയി കഴിഞ്ഞിട്ട് ദേ അന്നാമി ദേ വീഴൂട്ടാ.
അന്നാമി ദേ ഇവിടെ ഇരിപ്പുണ്ട്. അന്നാമിക്ക് ഇനി വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അന്നാമി കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അവളെ കൊണ്ടുപോട്ടെ. ബാ നമുക്ക് പോവാം, അകത്തേക്ക് കയറി പോവാം. ബാ.